അങ്ങനെ യോശുവ അടുത്ത ദിവസം അതിരാവിലെ തന്നെ എഴുന്നേറ്റ് ഇസ്രായേൽ മക്കളെയും കൂട്ടി യോർദാന്റെ അരികിൽ വന്ന് താമസിക്കുകയാണ്. 3 ദിവസമാണ് ജനം യോർദാനരികെ താമസിച്ചത്. ജനത്തിലെ പ്രമാണിമാർ ജനം വസിക്കുന്ന പാളയത്തിൽ കൂടെ നടന്നിട്ട് ജനങ്ങളോട് പറയുന്നത്, ലേവ്യ പുരോഹിതന്മാർ യഹോവയുടെ നിയമപ്പെട്ടകവുമായി പോകുന്നത് കാണുമ്പോൾ നിങ്ങൾ അതിന്റെ പിന്നാലെ ചെല്ലണമെന്നാണ്. എന്നാൽ നിയമപ്പെട്ടകത്തിന്റെ 2000 മുഴം അകലത്തിലാണ് ജനം നടക്കേണ്ടത്. യോശുവ ജനങ്ങളോട് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ എന്നും നാളെ യഹോവ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കുമെന്നും ധൈര്യം കൊടുക്കുന്നുണ്ട്. കർത്താവായ യഹോവ യോശുവയ്ക്ക് പ്രത്യക്ഷനായി, ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെയും ഉണ്ട് എന്ന് ജനം അറിയേണ്ടതിന് ഇന്നു മുതൽ നിന്നെ ഞാൻ വലിയവനാക്കുവാൻ തുടങ്ങുമെന്ന് പറയുകയാണ്. പുരോഹിതന്മാർ നിയമപ്പെട്ടകവുമായി യോർദാനിലെ വെള്ളത്തിൻ വക്കത്തെത്തുമ്പോൾ അവിടെ നിൽപ്പാൻ പറയണമെന്നാണ് പറയുന്നത്. അങ്ങനെ യോശുവ പുരോഹിതന്മാരോട് യഹോവയുടെ നിയമപ്പെട്ടകവുമായി മുന്നേ പോകുവാനും യോർദാനിലെ വെള്ളത്തിന്റെ അടുത്തെത്തുമ്പോൾ അവിടെ നിൽക്കുവാനുമാണ് പറയുന്നത്. നിങ്ങൾ ഇന്ന് ദൈവത്തിന്റെ അത്ഭുതം കാണുമെന്നും പറയുന്നുണ്ട്. അങ്ങനെ സർവ്വഭൂമിക്കുനാഥനായ യഹോവയുടെ നിയമപ്പെട്ടകവും വഹിച്ച് പുരോഹിതന്മാർ യോർദാൻ അടുക്കലേക്ക് നടന്നു. കൊയ്ത്ത് കാലമായതുകൊണ്ട് തന്നെ യോർദാനിലെ വെള്ളം കരകവിഞ്ഞാണ് ഒഴുകിയിരുന്നത്. നിയമപ്പെട്ടകവുമായി നടന്നു വന്ന പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ യോർദാനിലെ വെള്ളത്തിൽ തൊട്ടതും യോർദാൻ നദി പിളർന്നു മാറുകയാണ് ചെയ്തത്. യോർദാൻ നദിയിലെ വെള്ളം ഇസ്രായേൽ ജനത്തിന് സഞ്ചരിക്കുന്നതിന് വേണ്ടി പിളർന്ന് 2 ചിറയായി മാറി നിന്നു. യഹോവയുടെ നിയമപ്പെട്ടകവുമായി പുരോഹിതന്മാർ യോർദാൻ നദിയുടെ നടുക്ക് ഉണങ്ങിയ നിലത്തിൽ നില ഉറപ്പിച്ചു. ജനമെല്ലാം യോർദാൻ നദിയിൽ വെള്ളം വാർന്നു പോയ ഉണങ്ങിയ നിലത്തുകൂടി മറുകരയിൽ എരിഹോ പട്ടണത്തിനടുത്തേക്ക് പ്രവേശിക്കുവാൻ തുടങ്ങി. ഇസ്രായേൽ ജനം മുഴുവനും ഉണങ്ങിയ നിലത്തിൽ കൂടി തന്നെയാണ് കടന്നുപോയത്. ഇസ്രായേൽ ജനത്തിന് വഴി നടക്കുന്നതിന് യഹോവ വെള്ളത്തെ മുറിക്കുന്നത് ഇത് 2ാമത്തെ തവണയാണ്. ആദ്യം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനം ചെങ്കടലിലെത്തിയപ്പോൾ ഫറവോനും അവന്റെ പടയാളികളും പിന്നാലെ വരുന്നത് കണ്ട് ഭയന്ന ജനത്തിനു വേണ്ടി യഹോവ ചെങ്കടൽ 2ആയി പിളർന്ന് ഉണങ്ങിയ നിലത്തിലൂടെ ജനത്തെ അക്കരെ എത്തിച്ചു. അന്ന് മോശയാണ് ജനത്തെ നയിച്ചിരുന്നത്, എന്നാൽ ഇന്ന് യോശുവയും. അങ്ങനെ യോർദാന്റെ ഉണങ്ങിയ നിലത്തിലൂടെ ജനമെല്ലാം ഇക്കരെ കടന്നതിന് ശേഷം യഹോവ യോശുവയോട് കൽപ്പിക്കുന്നത്, നിങ്ങൾ ഓരോ ഗോത്രത്തിൽ നിന്നും ഒരാൾ എന്ന കണക്കിൽ 12 പേർ ചെന്ന് യോർദാന്റെ നടുവിൽ ഉറച്ചു നിൽക്കുന്ന യഹോവയുടെ പെട്ടകത്തിനടുത്ത് ചെന്ന് ഓരോ സംഖ്യയ്ക്ക് ഒത്തവണ്ണം ഓരോ കല്ല് ഓരോരുത്തൻ ചുമലിലെടുത്ത് കൊണ്ടുവന്ന് നിങ്ങൾ ഈ രാത്രി താമസിക്കുന്ന സ്ഥലത്ത് വയ്ക്കുവാനാണ്. അങ്ങനെ യോശുവ ഇസ്രായേൽ ജനത്തെ കൊണ്ട് യഹോവ കൽപ്പിച്ചതുപോലെ ചെയ്തു. യഹോവ ഇസ്രായേൽ ജനത്തിനു വേണ്ടി യോർദാൻ നദിയിൽ ചെയ്ത മഹാ അത്ഭുതം ഇസ്രായേൽ ജനത്തിലെ പിൻതലമുറകൾ അറിയുന്നതിന് വേണ്ടി ജനം അവരുടെ മക്കൾ ഈ കല്ലുകൾ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അവരുടെ ദൈവം ചെയ്ത പ്രവൃത്തി പറയേണ്ടതിന് വേണ്ടിയാണ് അന്ന് ആ കല്ലുകൾ യഹോവ അവിടെ വയ്പ്പിച്ചത്. അങ്ങനെ ജനമെല്ലാം യോർദാനിൽ നിന്ന് കയറിയതിനു ശേഷം യഹോവയുടെ കൽപ്പന പ്രകാരം നിയമപ്പെട്ടകം ചുമന്ന പുരോഹിതന്മാരോട് കരയിൽ കയറുവാൻ യോശുവ കൽപ്പിച്ചു. പുരോഹിതന്മാർ തങ്ങളുടെ ഉള്ളങ്കാൽ യോർദാൻ നദിയുടെ കരയിലേക്ക് പൊക്കി വെച്ചതും യോർദാൻ വീണ്ടും അതിന്റെ പഴയ രീതിയിൽ മടങ്ങി വരികയും തീരം കവിഞ്ഞ് ഒഴുകുവാനും തുടങ്ങി. യോർദാൻ കടന്ന ജനം ഗിൽഗാലിലാണ് പാളയമടിച്ചത്. ഏകദേശം 40,000 പേരാണ് അന്ന് യുദ്ധസന്നദ്ധരായി യോർദാൻ കടന്നത്. ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി യോർദാനിലെ വെള്ളം വറ്റിച്ചാണ് അവരെ യഹോവ ഇക്കരെ കടത്തിയത് എന്ന് യോർദാന്റെ പടിഞ്ഞാറേ ഭാഗത്തുള്ള അമോര്യ രാജാക്കന്മാരും സമുദ്രതീരത്തുള്ള കനാനി രാജാക്കന്മാരും അറിഞ്ഞു. അവർ ഭയപരവശരാകുവാൻ തുടങ്ങി. യഹോവയുടെ ശക്തമായ കരം ഇസ്രായേൽ ജനത്തോടൊപ്പം ഉണ്ടെന്നറിഞ്ഞ ആ ദേശമെല്ലാം വിറങ്ങലിച്ച് നിൽക്കുകയാണ്. അവരുടെ ശക്തിയെല്ലാം ക്ഷയിച്ചുപോയി. ജനം ഗിൽഗാലിലായിരിക്കുമ്പോൾ യഹോവ യോശുവയോട് ഇസ്രായേൽ പുരുഷന്മാരെ പരിച്ഛേദന കഴിക്കുവാൻ കൽപ്പിച്ചു. ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട പുരുഷന്മാരെല്ലാം പരിച്ഛേദന കഴിച്ചിരുന്നു. എന്നാൽ യോർദാൻ കടക്കുവാൻ ആ പുരുഷന്മാർ ആരും തന്നെ ജീവിച്ചിരിപ്പില്ല. യഹോവയുടെ വാക്കനുസരിക്കാത്തതിനാൽ അവർ മരിച്ചൊടുങ്ങും വരെ 40 വർഷമാണ് ദൈവം അവരെ മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുവാൻ വിട്ടത്. എന്നാൽ ഇപ്പോഴുള്ള പുരുഷന്മാർ അവരുടെ മക്കളാണ്. അവർ മരുഭൂമിയിൽ പ്രയാണത്തിനിടെ ജനിച്ചവരാണ്. അതുകൊണ്ട് തന്നെ അവരാരും പരിച്ഛേദന ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ മരുഭൂമിയിൽ വെച്ച് മരിച്ചു പോയവർക്ക് പകരമായി ദൈവം എഴുന്നേൽപ്പിച്ച അവരുടെ പുത്രന്മാരെ യോശുവ പരിച്ഛേദന ചെയ്തു. അങ്ങനെ അഗ്രചർമ്മ പരിച്ഛേദന കഴിഞ്ഞ് അവർക്ക് സൗഖ്യമായതിനു ശേഷം ജനം പെസഹ ആചരിക്കുകയും പെസഹയുടെ പിറ്റേ ദിവസം അവർ ആ ദേശത്ത് വിളഞ്ഞ വിളവ് കൊണ്ട് പുളിപ്പില്ലാത്ത അപ്പവും മലരും കഴിക്കുകയും ചെയ്തു. അവിടെ വെച്ച് ദൈവം അവർക്ക് നൽകിയിരുന്ന മന്ന നിന്നു പോവുകയും പിന്നെ അവർ കാനാൻ ദേശത്തെ വിളവ് കൊണ്ടാണ് ഉപജീവിച്ചത്. ഇസ്രായേൽ ജനം യോർദാൻ കടന്ന് എരിഹോവിനടുത്തെത്തി എന്നറിഞ്ഞപ്പോഴേ എരിഹോ രാജാവ് പട്ടണക്കോട്ടകൾ അടച്ചുറപ്പുള്ളതാക്കി. ഇപ്പോൾ ആർക്കും പുറത്തിറങ്ങുവാനോ അകത്ത് കടക്കുവാനോ സാധ്യമല്ല. യോശുവ എരിഹോവിനരികെ ഇരിക്കുമ്പോൾ ഒരാൾ ഊരിപ്പിടിച്ച വാളുമായി അവന്റെ നേരെ നിൽക്കുന്നത് കാണുകയാണ്. ശത്രുപക്ഷത്തുള്ള ആളാണ് എന്ന് കരുതിയ യോശുവ, നീ ആരാണ് എന്നും ഞങ്ങളുടെ പക്ഷത്തുള്ളതോ അതോ ശത്രുപക്ഷക്കാരനാണോ എന്നുമാണ് ചോദിക്കുന്നത്. ഞാൻ യഹോവയുടെ സൈന്യത്തിന്റെ അധിപതിയായി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ ആ പുരുഷൻ, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ കാലിലെ ചെരുപ്പ് അഴിച്ചുകളക എന്നാണ് യോശുവയോട് പറയുന്നത്. എരിഹോ പട്ടണം അടച്ചുറപ്പുള്ളതാക്കിയിരിക്കുന്നതിനാൽ എരിഹോ രാജാവിനെയും ആ പട്ടണത്തെയും അതിലെ യുദ്ധവീരന്മാരെയും യഹോവ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്നാണ് ആ ദൂതൻ പറയുന്നത്.
അങ്ങനെ യോശുവ യെരിഹോ പട്ടണം തകർക്കുവാൻ ഒരുങ്ങുകയാണ്. യഹോവയുടെ ദൂതൻ യോശുവയോട് പറയുന്നത്, നിങ്ങളിൽ യോദ്ധാക്കളായവർ ദിവസം ഒരു തവണ എന്ന കണക്കിൽ 6 ദിവസം പട്ടണത്തെ ചുറ്റേണം. ഈ സമയം 7 പുരോഹിതന്മാർ ആട്ടിൻകൊമ്പ് കൊണ്ടുള്ള കാഹളം പിടിച്ചുകൊണ്ട് നടക്കണം. എന്നാൽ 7-ാം ദിവസം യോദ്ധാക്കൾ 7 പ്രാവശ്യം പട്ടണം ചുറ്റുകയും പുരോഹിതന്മാർ കാഹളമൂതുകയും വേണം. ഈ സമയം ജനം ഉച്ചത്തിൽ ആർപ്പിടണം. അപ്പോൾ യെരിഹോ പട്ടണം അതിൽ വീഴും. അങ്ങനെ യോശുവ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്യുകയാണ്. യോദ്ധാക്കൾ ഓരോ ദിവസം ഒരു തവണ പട്ടണം ചുറ്റിയതിനു ശേഷം പാളയത്തിൽ വന്ന് വിശ്രമിക്കുകയാണ് ചെയ്യുന്നത്. പുരോഹിതന്മാരും യഹോവയുടെ നിയമപ്പെട്ടകത്തിന് മുമ്പിൽ ആട്ടിൻകൊമ്പ് കൊണ്ടുള്ള കാഹളമൂതി നടക്കുവാൻ തുടങ്ങി. അങ്ങനെ 6 ദിവസം കഴിഞ്ഞു. ഇനി അവസാന ദിവസമാണ്. 7-ാം ദിവസം അവർ യോശുവ പറഞ്ഞതുപോലെ 7 പ്രാവശ്യം പട്ടണം ചുറ്റി. ഈ 7 പ്രാവശ്യവും പുരോഹിതന്മാർ നിയമപ്പെട്ടകത്തിന് മുമ്പിൽ കാഹളമൂതുകയാണ്. 7-ാം പ്രാവശ്യം കാഹളമൂതിയതും യോശുവ ജനത്തോട് ആർപ്പിടുവാൻ കൽപ്പിച്ചു. മറ്റ് 6 ദിവസങ്ങളിലും കാഹളം കേൾക്കുമ്പോൾ ആർപ്പിടുകയോ ഒരു ശബ്ദം പോലും ഉണ്ടാക്കുകയോ ചെയ്യരുത് എന്ന് യോശുവ ജനത്തിന് കൽപ്പന കൊടുത്തിരുന്നു. എന്നാൽ 7-ാം ദിവസം 7-ാമത്തെ കാഹളം ഊതിക്കഴിഞ്ഞപ്പോൾ ജനത്തോട് ആർപ്പിടുവാൻ യോശുവ കൽപ്പിക്കുകയാണ്. അങ്ങനെ ജനം ആർപ്പിട്ടതും പട്ടണത്തിന്റെ കോട്ടമതിൽ തകർന്ന് തരിപ്പണമായി വീഴുകയാണ് ചെയ്യുന്നത്. യെരിഹോ പട്ടണം യഹോവ ശപിച്ചിരുന്നത് കൊണ്ട് തന്നെ ശപഥാർപ്പിതമായ ഒന്നും എടുക്കരുത് എന്ന് യോശുവ ജനത്തോട് കൽപ്പിച്ചിരുന്നു. അങ്ങനെ ജനം യെരിഹോ പട്ടണത്തിലെ പുരുഷൻ, സ്ത്രീ, ബാലൻ, വൃദ്ധൻ, ആടുമാടുകൾ ഇങ്ങനെ അവിടെ ഉണ്ടായിരുന്ന സകലത്തെയും വാളാൽ കൊന്നുകളഞ്ഞു. ദൈവത്തിന്റെ കോപം ഇസ്രായേലിൽ വീഴാതിരിപ്പാൻ ശപഥാർപ്പിതമായ ഒന്നിലും തുടരുത് എന്ന് യോശുവ ജനത്തോട് കൽപ്പിച്ചിരുന്നു. എന്നാൽ പൊന്ന്, വെള്ളി, ഇരുമ്പ് പാത്രങ്ങൾ ഇവയെല്ലാം യഹോവയുടെ ഭണ്ഡാരത്തിൽ എത്തിക്കുവാനും യോശുവ കൽപ്പന കൊടുത്തിരുന്നു. എന്നാൽ ഇവിടെ യോശുവ അയച്ച ഒറ്റുകാരെ സംരക്ഷിച്ച രാഹാബിനെയും അവളുടെ ഗൃഹത്തിലുണ്ടായിരുന്ന സകലരെയും ഇസ്രായേൽ ജനം സംരക്ഷിക്കുകയാണ് ചെയ്തത്. ആ 2 ചെറുപ്പക്കാർ വാക്ക് കൊടുത്തിരുന്നത് പോലെ തന്നെ രാഹാബിനെയും കുടുംബത്തെയും പുറത്തു കൊണ്ടുവരുവാനും അവരെ ഇസ്രായേൽ പാളയത്തിന് പുറത്ത് പാർപ്പിക്കുവാനുമാണ് യോശുവ കൽപ്പന കൊടുക്കുന്നത്. അങ്ങനെ രാഹാബിനെയും കുടുംബത്തെയും ആ പട്ടണത്തിൽ നിന്ന് മാറ്റിയതിനു ശേഷം ആ പട്ടണം തീയിട്ട് ചുട്ടുകളയുകയാണ് ചെയ്തത്. തകർന്നുപോയ യെരിഹോ പട്ടണത്തെ യോശുവയും ശപിക്കുന്നുണ്ട്. ഈ യെരിഹോ പട്ടണം ഇനി ആരെങ്കിലും പണിയുവാൻ തുനിയുകയാണെങ്കിൽ അവൻ യഹോവയുടെ മുമ്പിൽ ശപിക്കപ്പെട്ടവനാകുമെന്നും അവൻ പട്ടണത്തിന് അടിസ്ഥാനമിടുമ്പോൾ അവന്റെ മൂത്ത മകൻ മരിക്കുകയും പട്ടണത്തിന് കതക് വയ്ക്കുമ്പോൾ അവന്റെ ഇളയ മകൻ മരിക്കുകയും ചെയ്യുമെന്നുമാണ് യോശുവ ശപിക്കുന്നത്. അങ്ങനെ യെരിഹോ പട്ടണത്തെ വീഴ്ത്തിയതോടുകൂടി യോശുവയുടെ പേരും പെരുമയും ദേശമെല്ലാം പരക്കുവാൻ തുടങ്ങി. യഹോവയുടെ ജനത്തെ വീണ്ടും ദേശമെല്ലാം ഭയക്കുവാൻ തുടങ്ങി. യെരിഹോ പട്ടണത്തെ യഹോവ ശപിച്ചിരുന്നത് കൊണ്ട് തന്നെ ശപഥാർപ്പിത വസ്തുക്കൾ തുടരുത് എന്ന് ഇസ്രായേൽ ജനത്തോട് യോശുവ കൽപ്പിച്ചിരുന്നെങ്കിലും യഹൂദ ഗോത്രത്തിലെ ആഹാൻ എന്ന വ്യക്തി ശപഥാർപ്പിത വസ്തുക്കളിൽ ചിലത് എടുക്കുകയാണ് ചെയ്തത്. അതിൻ ഫലമായി യഹോവയുടെ കോപം വീണ്ടും ഇസ്രായേൽ മക്കളുടെ നേരെ ജ്വലിക്കുകയാണ്. ദൈവം തുടരുത് എന്ന് പറഞ്ഞിട്ടും അത്യാഗ്രഹം മൂത്ത് ആഹാൻ അതിൽ ചിലത് എടുക്കുകയാണ് ചെയ്തത്. ഒരു വലിയ പട്ടണത്തെയാണ് നിലം പരിശാക്കിയതും ചുട്ടു ചാമ്പലാക്കിയതും. ഇതിനെല്ലാം ഇസ്രായേൽ ജനത്തിന് താങ്ങായി നിന്നത് യഹോവയാണ്. ദേശം ഉറ്റുനോക്കുവാൻ വന്ന ചെറുപ്പക്കാരെ ഒളിപ്പിച്ചു പാർപ്പിച്ച രാഹാബ് എന്ന വേശ്യയോടും കർത്താവ് കരുണ കാണിച്ചു. അവളെയും അവളുടെ കുടുംബത്തെയും സുരക്ഷിതമായി ജീവനോടെ പാർപ്പിച്ചു. ഇത്രയും നന്മയും അനുഗ്രഹവും ചെയ്ത യഹോവയോടാണ് വീണ്ടും ആഹാൻ പാപം ചെയ്യുന്നത്. ആഹാൻ എന്ന ആ ഒരു വ്യക്തി ചെയ്യുന്ന തെറ്റിനാൽ ഇസ്രായേൽ ഗോത്രത്തിൽ മുഴുവൻ യഹോവയുടെ കോപം ജ്വലിക്കുകയാണ്. ദൈവത്തിന്റെ ഈ കോപത്താൽ ഇസ്രായേൽ ജനത്തിന് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് അടുത്ത അധ്യായത്തിൽ പഠിക്കാം. എല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ.